ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി. സംവരണത്തിന് പകരം മെറിറ്റ് ആയിരിക്കണം മാനദണ്ഡമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ദേശീയ താൽപര്യം മുൻനിർത്തിയാകണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എന്നാൽ സംവരണ വിഷയത്തിൽ തൊട്ടുകളിക്കുന്നത് തീക്കളിയെന്ന് MES പ്രതികരിച്ചു. ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെ സംവരണവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ നിർദ്ദേശം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംവരണത്തിന്റെ കാര്യത്തിൽ തടസ്സം കൂടാതെ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കോടതി നിരീക്ഷിച്ചു. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കാണാൻ പറ്റില്ല. കാരണം അത് അവരുടെ ഫിലോസഫി, സംവരണത്തെ പറ്റിയിട്ടുള്ള അവരുടെ കാഴ്ചപ്പാട് ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിൽ ധാരണമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ജഡ്ജി പറയുന്നത്? 68 വർഷമായി ആനുകൂല്യം കിട്ടുന്നത്. ആദ്യം ഇവരൊക്കെ പോയിട്ട് ചരിത്രം പഠിക്കണം. 68 വർഷമായോ ഇവിടെ കിട്ടിയിട്ട്? ആകെ SC/ST കിട്ടിയിട്ട് മാത്രമേ അത്ര വർഷമായിട്ടുള്ളൂ. 1950 നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, OBC കിട്ടിയത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 1990 വരുന്നത്. ആ 1990 വന്നതിന് ശേഷം തന്നെ ഓരോരോ സ്റ്റേറ്റും അവിടെ കമ്മീഷൻ നിയമിച്ചു. ഉദാഹരണമായിട്ട് ബീഹാറിൽ മുംഗേർലാൽ കമ്മീഷൻ നിയമിച്ചു, ഹാവന്നൂർ കമ്മീഷൻ കർണാടകയിലുണ്ടായി. അതുമാതിരി ഓരോ സ്റ്റേറ്റിലും കമ്മീഷനുകൾ നിയമിച്ചതിന് ശേഷം ഏകദേശം 1995 ഈ മണ്ഡൽ കമ്മീഷൻ അനുസരിച്ചിട്ട് ഇന്ത്യയിലെ 54% വരുന്ന OBC അതുമായി തന്നെ പിന്നോക്ക മുസ്ലിമുകൾക്കൊക്കെ സംവരണം കിട്ടുന്നത്. എന്നിട്ട് 2005 അർജുൻ സിംഗ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇത് ഹയർ എഡ്യൂക്കേഷനിൽ പോയിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് ഈ 68 വർഷമായി എന്ന് പറയുന്നത്? ആകെ ചുരുക്കി പറഞ്ഞാൽ 10-20 വർഷം ആയിട്ടുള്ളൂ സംവരണം ഇന്ത്യയിൽ വന്നിട്ട്. അതും പൂർണ്ണമായിട്ട് ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അതെ, ഞാനത് പറഞ്ഞു വരുന്നത് അതാണ്. സുപ്രീം കോടതികളുടെ പ്രഥമ കർത്തവ്യം എന്താണ്? അവരുടെ കർത്തവ്യം ഭരണഘടനയെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഭരണഘടനയെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. ഭരണഘടനയിൽ 15(4) 15(5) ഉള്ളിടത്തോളം കാലം സുപ്രീം കോടതിക്ക് മറിച്ചൊരു വിധിന്യായം ഉണ്ടാക്കുവാൻ സാധിക്കുമോ? അത് സാധിക്കുകയില്ല. ഇനിയിപ്പോൾ സുപ്രീം കോടതി പറയുന്നത് പോലെ ഇതെല്ലാം ഇത്ര നാളായിട്ടുണ്ട്, അത് മതിയാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാരിന് മതിയാക്കാൻ പറ്റുമോ? അത് പറ്റുകയില്ല. ഇതിൻ്റെ എല്ലാം ഒബ്ജക്റ്റീവ് എല്ലാം പൂർത്തീകരിച്ചോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് ബോഡി അവിടെ വെക്കുന്നതേ, ഒരു എക്സ്പേർട്ട് സ്റ്റഡി നടത്തണ്ടേ? സുപ്രീം കോടതി ഒരു എക്സ്പേർട്ട് ബോഡി അല്ലല്ലോ. ഒരു എക്സ്പേർട്ട് ബോഡികളായിട്ട് ഇവിടെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനുകളിൽ കേന്ദ്രത്തിലുമുണ്ട്, സംസ്ഥാനങ്ങളിലുമുണ്ട്. ആ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ ഇതിനകത്തൊരു മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ. 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ അന്ന് മുതൽ റിസർവേഷനൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിനൊക്കെ മുമ്പേ, സ്വാതന്ത്ര്യം കിട്ടുന്നതിനും 10 വർഷം മുമ്പേ 1937 മുതൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. സംവരണം വേണമോ വേണ്ടയോ എന്ന് വലിയ ചർച്ച കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന, അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന ആളുകളും അതിൻ്റെ നേതാക്കന്മാരും നിരന്തരം സംവരണ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു വേളയിൽ അത്തരം ആളുകൾക്ക് കിട്ടുന്ന പിൻബലമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണം മാറും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. 2, ദേശീയ താൽപ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ദേശീയത, എന്താണ് ദേശീയ കാഴ്ചപ്പാട് എന്നൊക്കെ സുപ്രീം കോടതി മനസ്സിലാക്കുന്നുണ്ടോ? രാജ്യത്തിൻ്റെ കുഗ്രാമങ്ങളിൽ ജീവിക്കുന്ന അതിസാധാരണക്കാരായ അധസ്ഥിത വിഭാഗം, അവരുടെ താല്പര്യം, അവരുടെ സംസ്കാരം, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ഭാഷ, അവരുടെ വേഷം, അവരുടെ ജീവിത രീതികൾ, ഇതെല്ലാം ചേരുന്നതാണ് ഇന്ത്യൻ ദേശീയത. അപ്പോൾ അത് മുഖവിലക്കെടുക്കാൻ പാടില്ല എന്നിലും BJPക്കെതിരായിട്ട് ഈ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. RSS പറഞ്ഞത് എന്താ? ഫുൾ ആയിട്ട് ആ ഓർഗനൈസറിൽ വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇപ്പോൾ അഡ്വക്കേറ്റ് ബീരാൻ പറഞ്ഞൊരു കാര്യം, അതേ ഒരു കാര്യമല്ലേ RSSൻ്റെ മോഹൻ ഭഗത് പറഞ്ഞത്? നോൺ പൊളിറ്റിക്കലായിട്ടുള്ളൊരു കമ്മിറ്റി ഇതിനെക്കുറിച്ച് പഠിക്കണം. ഇത്രയും റിസർവേഷൻ കൊടുക്കുന്നുണ്ട്, റിസർവേഷൻ കൊടുത്തിട്ട് കൊടുത്ത ആളിന് ഇതിന് പ്രയോജനം കിട്ടിയിട്ടുണ്ടോ? ആർക്കാണ് ഇതെങ്ങനെ കിട്ടിയിട്ടുള്ളത്? എന്താണ് അതിൻ്റെ കുറവുണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള നേട്ടം ഉണ്ടായിട്ടുള്ളത്? ഇതിനെക്കുറിച്ചൊരു അപ്പൊളിറ്റിക്കൽ കമ്മിറ്റി വേണം എന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ ചെയ്തിട്ടുള്ളത്. അതിനെ ഞങ്ങൾ സംവരണത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊന്നും മനസ്സിലാക്കാതെ കോടതി അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ അടിച്ചുവിടില്ല. സംസാരിക്കുമ്പോൾ ഫസൽ ഗഫൂറിന് കൈരളി TV വന്നിട്ട് എന്ത് വിഡിത്തരം പറയാം, പത്മകുമാറിന് എന്ത് വിഡിത്തരം പറയാം. പക്ഷേ കോടതിയിൽ ഒരാൾ ഇരിക്കുമ്പോൾ, സുപ്രീം കോടതിയിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കുക എന്ന് പറയുമ്പോൾ E.T. മുഹമ്മദ് ബഷീറും ഞാനും അല്ലെങ്കിൽ ഷിജു ഖാനും അതുമാതിരിയുള്ള ആൾക്കാർ പ്രതികരിക്കും, നാരായണനും പ്രതികരിക്കും. കാരണം വെച്ചാൽ എന്തെങ്കിലും വിളിച്ചു പറയാ എന്നുള്ളതല്ല. ഇപ്പം ഞാൻ തന്നല്ലോ സ്റ്റാറ്റിസ്റ്റിക്സ്, എങ്ങനെയാണ് സംവരണം കൊണ്ടുനടക്കുന്നതെന്നുള്ളത്. സംവരണത്തിൻ്റെ ക്രീമി ലെയറാണ് അതിൻ്റെ മെത്തേഡ്. ഇനി മുന്നോക്കത്തിൽ പിന്നോക്കം ഞാൻ ചോദിക്കട്ടെ, അതും കൂടെ പറയാമല്ലോ, പത്മകുമാർ മനസ്സിലാക്കിക്കോളൂ. കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് ഇതേ E.T. മുഹമ്മദ് ബഷീറാണ് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിൽ മനസ്സിലായില്ലേ 10% സീറ്റ് മുന്നോക്കത്തിൽ പിന്നോക്കത്തിനായിട്ട് സംവരണം ചെയ്തത്. ഇത് പറഞ്ഞിട്ട് പാർട്ടികൾക്കൊക്കെ അറിയാം. സാമ്പത്തിക സംവരണം അതല്ല, ഭരണഘടന പറയുന്നത്
ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും തുല്യരാവണം. പക്ഷേ ഇന്ന് തുല്യരാവാൻ വഴിയില്ല. കാരണം അവരുടെ ഇടയിൽ പലതരത്തിലുള്ള അസമത്വങ്ങളുണ്ട്.